അവർ മാറ്റുരയ്ക്കുന്ന അറിവിന്റെയും വിവേകത്തിന്റെയും ഈ ഒരു അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് RJ Media 360 presents YXO കേരള. ഇപ്പൊ കഴിഞ്ഞ കുറേ എപ്പിസോഡ്സ് ആയിട്ട് നമ്മുടെ ഏറ്റവും നല്ല വാശിയുള്ള വീറുള്ള ഒരുപാട് മത്സരാർത്ഥികൾ നമ്മുടെ ഈ ഒരു വേദിയിൽ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. O ടീം ചിലപ്പോഴൊക്കെ ലീഡ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്, അതുപോലെ തന്നെ Y ടീം വിൻ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ എല്ലാ രീതിയിലും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വേദിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. രണ്ട് ജനറേഷൻസിൻ്റെയും കൃത്യമായിട്ടുള്ളൊരു നോളജ് ഷെയറിംഗ് ആണ് ഞങ്ങൾ ഈ ഒരു അരങ്ങിൽ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെല്ലാവരും കാണാൻ കാത്തിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളുടെ O ടീമിൽ നിന്നും Y ടീമിൽ നിന്നും മാറ്റുരയ്ക്കാൻ എത്തുന്നത് ആരൊക്കെയാണെന്നാണ് അല്ലേ. So without taking much time, let's invite the team O. O ടീമിൻ്റെ ആൾക്കാരെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുമായിട്ട് ഇന്ന് കിടപിടിക്കാനായിട്ട് ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. റെഡിയാണ്, കാണാം. ഓക്കെ, സോ ഇനി വരാൻ പോകുന്നത് ഇന്നത്തെ തലമുറയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഞങ്ങളുടെ ഏറ്റവും മിടുക്കുള്ള കുറച്ച് പേരാണ്. സോ ഇന്നത്തെ YXO കേരളയുടെ ദ ടീം Y. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ O ടീമും Y ടീമും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി ഇവിടെ തയ്യാറായിട്ട് തന്നെ എത്തിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത് ഈ ഒരു കംപ്ലീറ്റ് ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ സാധാരണയായിട്ട് O ടീമൊക്കെ ലീഡ് ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷേ അടിച്ച് മലർത്തിക്കൊണ്ട് രണ്ടാമത്തെ ഗെയിം റൗണ്ട് ആകുമ്പോഴത്തേക്കും Y ടീം കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ ഭയങ്കര കിടിലമായിട്ട് കാണുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ റൗണ്ട് ആവും എന്താവും കാര്യങ്ങളെന്ന് അറിയാത്ത രീതിയിലാണ് നമ്മുടെ ഗെയിം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം O ടീമിൽ നിന്ന് തന്നെ പരിചയപ്പെട്ട് തുടങ്ങാം. ചേച്ചി, പേരും കാര്യങ്ങളും. ഞാൻ കൃഷ്ണവേണി, എൻജോയിങ് മൈ ലൈഫ് അറ്റ് 61 ഇയേഴ്സ്. ഒരു ബിസിനസ് ഓണർ ആണ്. ബിസിനസ് എന്ത് ബിസിനസ് ആണ്? ടേക്ക് അവേ ഫുഡ് ബിസിനസ്. ടേക്ക് അവേ, ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഫുഡ് എന്താണ് അവിടുത്തെ? തൈര് സാദം. തൈര് സാദം വെജ് ആണോ ചേച്ചി ഉണ്ടാക്കുന്നത്? പ്യുവർ വെജിറ്റേറിയൻ ആണ്. സാധാരണ പറയും വെജിറ്റേറിയൻസിനെ കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്, അവരുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചിയെ കാണുമ്പോൾ അത് സത്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. സത്യമാണ്. പിന്നെ ഐ എം ഇൻടു മോഡലിംഗ് ആൻഡ് ഇപ്പോൾ ഒരു മൂവിയിൽ മുഖം കാണിച്ചു, ജോർജിന്റെ പണി. പണിയില് അടിപൊളി സെലിബ്രിറ്റി ആയിട്ടാണ് അപ്പൊ വന്നേക്കുന്നത്. സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ബിഗ് സെലിബ്രിറ്റി. അയ്യോടാ, അതൊന്നുമില്ല. നമ്മളിവിടെ പരസ്പരം ഇങ്ങനെ പുകഴ്ത്തി അവര് പറയും നമ്മൾ പുറത്ത് വെച്ച് കണ്ടിട്ടാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, കുഴപ്പമില്ലേ. വെരി വെരി ട്രൂ. വീട്ടിൽ ആരൊക്കെ ഉള്ളത് ചേച്ചിക്ക്? ഹസ്ബൻഡ്, മോള് മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. എവിടെയാണ് മകള്? ട്രിവാൻഡ്രം ഉള്ളി. ഓക്കെ, ഹാപ്പി ആയിട്ട് പോവാണ്. ടേക്ക് അവേ ഒരു ഫുഡ് ബിസിനസ് ഉണ്ട്. തൈര് സാദമാണ് ഏറ്റവും മൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഏതാ ചേച്ചി? പുളിയോഗര. പക്കാ തമിഴ് ഡിഷസ് ആണ് അല്ലേ കൂടുതലായിട്ടുള്ള റെസിപ്പീസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ചേച്ചി മാത്രമേ ഉള്ളൂ അതോ ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഇറ്റ്സ് എ ക്ലൗഡ് കിച്ചൺ. ഐ എൻജോയ് കുക്കിംഗ് ആൻഡ് ട്രാവലിംഗ്. കുക്കിങ്ങിൽ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഒരു ട്രിപ്പ് പോകും, അതാണ് എൻ്റെ പരിപാടി. അടിപൊളി. ഇപ്പൊ എവിടെയൊക്കെ പോയി ആക്ച്വലി? ട്രാവൽഡ് ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് പഞ്ചാബ്. പഞ്ചാബ് ഒഴിച്ച് ബാക്കി ഇന്ത്യ മൊത്തം കണ്ടു. കണ്ടതിൽ ഏറ്റവും ഭംഗി തോന്നിയ ഒരു സിറ്റി ഏതാണ് ഇന്ത്യയിൽ? ഹൈദരാബാദ്. ഓ വാവ്, അടിപൊളി. റാമോജിയൊക്കെ പോയി? യെസ്. സാധാരണയായിട്ട് എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ ഡൈ അടിക്കാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ട്. എന്തുകൊണ്ടാണ് ഡൈ വേണ്ടാന്ന് വെച്ചത്? ഐ ആം സ്പോർട്ടിംഗ് ദ നാച്ചുറൽ ലുക്ക്. വെരി നൈസ്. 2020 തൊട്ട് ഐ സ്റ്റോപ്പ് ഡൈ. ഇപ്പൊ എന്റെ തലയ്ക്കാണ് വില. ഇത് കണ്ടിട്ടാണ് ആഡ്സ് വരുന്നത്. ആണ്. സാധാരണ ഇപ്പൊ തല അജിത്തൊക്കെ കണ്ടിട്ടില്ലേ, ഒട്ടും പുള്ളി ബ്ലാക്കേ അടിക്കത്തില്ല. അത് ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്യും അല്ലേ. വെരി നൈസ്, വെരി നൈസ്. ഇനി അടുത്ത ചേച്ചിയിലേക്ക് വരുമ്പോഴത്തേക്കും. എൻ്റെ പേര് രമാദേവി, തിരുവനന്തപുരത്തുകാരിയാണ്. ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നു. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ വികാസ് ഭവനിലാണ് അവസാനം വർക്ക് ചെയ്ത്. അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? റിട്ടയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് കിട്ടിയ സീറ്റൊക്കെ എനിക്ക് നല്ല ഒരു ആത്മവിശ്വാസം തരുന്ന സീറ്റുകളായിരുന്നു. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൈവച്ച മേഖല ഏതായിരുന്നു? ഒരുപാടുണ്ടല്ലോ, ഇപ്പൊ സോയിൽ അനാലിസിസ് ഉണ്ട്. അതല്ല, ഞാൻ ക്ലറിക്കൽ വർക്ക് ആയതുകൊണ്ട് ഓഡിറ്റ്, അക്കൗണ്ട്സ്, പിന്നെ അലോട്ട്മെന്റ് ഓഫ് ഫണ്ട്സ്, അങ്ങനെ എസ്റ്റാബ്ലിഷ്മെന്റ്, സർവീസ് ബുക്കുകളൊക്കെ എഴുതുക, അവരുടെ പ്രൊമോഷൻ, ഗ്രേഡ് അതൊക്കെ ഫിക്സ് ചെയ്യുകയാണ്. പിന്നെ അപ്പൊ ഇപ്പൊ എന്താണ് ഏറ്റവും കൂടുതൽ ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താ ചേച്ചി?
ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഫ്രീ അല്ല. ഫ്രീ അല്ല. അതെ, ഞാൻ ഒട്ടും free അല്ല. യാത്രയാണ് എൻ്റെ ഒരു ക്രൈസ്. എവിടെയൊക്കെ പോകുന്നുണ്ട്? ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും പോയിട്ടുണ്ട്. ഇവിടെ ഹൈദരാബാദാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ചേച്ചിക്ക് കണ്ടതിൽ ഏറ്റവും ഭംഗി തോന്നിയത്? എനിക്കെൻ്റെ കേരളമാണ് ഇഷ്ടം. അതെ, കേരളത്തിലെ വാഗമൺ എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഏറ്റവും കൂടുതൽ, അവിടെ പരുന്തുംപാറ, നല്ലൊരു ലൊക്കാലിറ്റി, ബ്യൂട്ടിഫുൾ ലൊക്കാലിറ്റി. പരുന്തുംപാറ, വാഗമൺ, അങ്ങനെ കുറച്ച് കേരളത്തിനോടുള്ള അമിതമായി ഇഷ്ടമുള്ള ഒരാളാണ്. വിദേശ രാജ്യത്ത് ഞാൻ പോയതിൽ നേപ്പാളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നേപ്പാളാണ് ഇഷ്ടം. വീട്ടിൽ ആരൊക്കെയുള്ള? വീട്ടിൽ ഞാൻ, ഹസ്ബൻഡ് ഇപ്പോൾ ഉണ്ട്. ഓക്കെ. പുള്ളി ഇവിടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഓക്കെ. പിന്നെ 2 ആൺമക്കള്. ഹസ്ബൻഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞേ. അത് ഞങ്ങൾ തമ്മിൽ വഴക്കൂടുന്നതാണ് ഏറ്റവും ഇഷ്ടം. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നേ. എന്ത് കാര്യത്തിന് ഇത്രയും വഴക്കുണ്ടാവുന്നേ? വഴക്ക് എന്നെ ഒന്നും സഹായിക്കില്ല. സഹായിക്കില്ല? കിച്ചണിലാണോ? കിച്ചണിലൊന്നും സഹായിക്കത്തില്ല. ചേച്ചി തന്നെയാണ് ചിക്കൻ കറി, മീൻ കറി എല്ലാം വെക്കണം. ചേച്ചി പറഞ്ഞോ എന്നെ ഒന്ന് സഹായിക്കണം ചേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പുള്ളി വരത്തില്ല. പിന്നീട് ഞാൻ അടുക്കളയിൽ കയറ്റത്തുമില്ല. പിന്നെ എങ്ങനെ ചേച്ചി അടുക്കള പൂട്ടി താക്കോല് മേടിച്ചു വന്നിട്ട് ചേട്ടാ സഹായിക്കുന്നുമില്ലാന്ന്? എന്നാലും സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. എല്ലാ ദിവസവും 4 വഴക്ക് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ. പുള്ളി അങ്ങനെ ദേഷ്യമൊന്നും മനസ്സിൽ വെച്ചേക്കുന്ന ആളല്ല. മാക്സിമം ഒരു അതോടുകൂടി കഴിയും. അങ്ങനെ കയ്യാങ്കളിയിലേക്ക് വരാറുണ്ടോ ചേച്ചി? അതൊന്നുമില്ല, വാക്ധോരണികളെ. തെറി വിളിച്ചൊക്കെ ഞങ്ങൾ നിർത്തും. അതിൽ കൂടുതൽ ഒരു പരിപാടിക്ക് ഞങ്ങളില്ല. നന്നായിട്ട് വിളിക്കും ഞാൻ, പുള്ളി കേട്ടോണ്ടിരിക്കും. ചേച്ചി നല്ലോണം തെറി വിളിക്കും, ചേട്ടൻ അത് കേട്ടോണ്ടിരിക്കും. ഇതാണ് ഇത്രയും വീട്ടിലുള്ള കലാപരിപാടികൾ. ഇത് ഭയങ്കര കലാപരിപാടി ചേച്ചി. കൊടുങ്ങല്ലൂർ വീട്ടിനകത്ത് എന്റർടൈൻമെന്റ് അതേപോലെ കൊടുങ്ങല്ലൂർ ഭരണി പോലെയൊക്കെ ഞങ്ങളങ്ങ് തുടങ്ങും. അത് ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത്. തല്ലും വഴക്കൊന്നുമില്ല, ഞാൻ നല്ലോണം തെറി വിളിക്കും, ചേട്ടൻ അത് കേട്ടോണ്ട് നിൽക്കും. ചേട്ടനും പ്രശ്നമില്ല. അയ്യോ പാവം. അയ്യോടാ, എനിക്ക് ആ ചേട്ടനെ ഒന്ന് കാണണമെന്നുണ്ടേ. ഇവിടെ ഉണ്ടല്ലേ? അപ്പൊ നമുക്കിത് കഴിഞ്ഞിട്ടൊന്ന് ചേട്ടനെ മീറ്റ് ചെയ്യാം ഞാൻ. കാരണം ഇത്രയും സക്സസ്ഫുൾ, ഞാനിപ്പോ 4.5 വർഷമായിട്ടേ ഉള്ളൂ കല്യാണം കഴിച്ചിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ സക്സസ്ഫുൾ ദാമ്പത്യത്തിന്റെ ഒരു രസതന്ത്രം എനിക്ക് അറിയണമല്ലോ. പുള്ളി അപ്പൊ കേട്ടോണ്ടിരിക്കണം, അതാണ് അതിന്റെ ബേസ്. പുള്ളിയുടെ ഒരു കൗൺസിലിംഗ് കിട്ടുകയാണെങ്കിൽ നല്ല. എനിക്കാണോ ഹസ്ബൻഡിനാണോ എന്റെ? എനിക്ക് കിട്ടിയാൽ ഓക്കെ. എനിക്ക് ചേച്ചിയാണ് കാണേണ്ടത്. എന്തൊക്കെയാണ് വിളിക്കുന്നത് എനിക്കൊന്ന് അറിയണം. എഴുതിത്തരാം. അയ്യോ, പറയാൻ പോലും കൊള്ളില്ല. എഴുതി വേണമെങ്കിൽ അയച്ചു തരാം. ചേച്ചി വാട്സപ്പ് നമ്പർ തരാം കേട്ടോ, ഒന്ന് അയച്ചു തന്നേക്കും. ഓക്കെ. ഇനി അടുത്ത ചേച്ചിയിലേക്ക് വരുമ്പോ. എൻ്റെ പേര് ജലജ. ഞാൻ അമ്പലമുക്കിലാണ് താമസിക്കുന്നത്. ഓക്കെ ഓക്കെ. ഞാൻ ആറ്റിങ്ങൽ ഡയറ്റ് സ്കൂളിൽ നിന്ന് റിട്ടയർഡായ ടീച്ചറാണ്. ഏതായിരുന്നു? ടീച്ചറായിരുന്നു. ഓക്കെ. ഇപ്പൊ എന്തൊക്കെയാണ് വേറെ പരിപാടികൾ ചേച്ചിയുടെ? ഇപ്പൊ ടൂർ പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ. എവിടെയൊക്കെ പോയി? കേരളത്തിൽ കുറെ സ്ഥലങ്ങൾ പോയി. പിന്നെ ഗൾഫില് ദുബായ് ഒക്കെ പോയി. ദുബായ് ഇഷ്ടമായി? ബുർജ് ഖലീഫ എന്തെങ്കിലുമൊക്കെ കണ്ടോ? എല്ലാം കണ്ടു. ദുബായ് ഫ്രെയിം എല്ലാം കണ്ടു. ഓക്കെ. പിന്നെ ഇതുപോലെ ചേട്ടനുണ്ടോ? വന്നിട്ടുണ്ടോ? ഇന്ന് ചേട്ടൻ വന്നില്ല. ഒറ്റയ്ക്കാണോ വന്നത്? ചേട്ടനോട് പറഞ്ഞിട്ടാണോ വന്നേ? അല്ല, കുഴപ്പമൊന്നുമില്ല. അത് എൻ്റെ മൂത്ത മകളുടെ 2 കുട്ടികളുണ്ട്. അപ്പോൾ KVയിലാണ് പഠിക്കുന്നത് ഇവിടെ. അപ്പോൾ കുട്ടികൾ ഉച്ചയ്ക്ക് 1 മണിക്ക് വരും. രാവിലെ 7 മണി മുതലുള്ള ക്ലാസ്സാണ്. അല്ല, അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോഴാരെങ്കിലും ഒരാളെ വീട്ടിൽ കാണണ്ടേ? അപ്പോൾ ഹസ്ബൻഡ് ചേട്ടനവിടെ നോക്കട്ടെ, ഞങ്ങൾ ഇവിടെ വന്ന് ഷോ ഒക്കെ ചെയ്തിട്ട് പോകാം. പക്ഷെ ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടോ ചേച്ചി? എന്നെ എവിടെ വേണോ വിടും. അത്ര വിശ്വാസമാണ്. വിടും, കുഴപ്പമില്ല. അല്ല, ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ചേട്ടൻ അറിഞ്ഞോ ചേച്ചി ഇവിടെയാണ് വന്നതെന്ന് അറിഞ്ഞു? പറഞ്ഞു. ചെറിയ രീതിയിൽ ഞങ്ങളൊന്ന് സൂചിപ്പിച്ചു, പക്ഷെ രാത്രിയാകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ അത്രയും വിശ്വാസമാണ്. എങ്ങനെയാണ് ഈ വിശ്വാസം ആർജിച്ചെടുത്തത് ചേച്ചി? ഇത്രയും വർഷത്തെ ജീവിതം കൊണ്ടിട്ടാണോ? ചിലപ്പോ എന്നോടുള്ള വിശ്വാസം പറയാതെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വഴക്കുണ്ടായ വല്ല സാഹചര്യമുണ്ട് ചേച്ചി? ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി, ലേഡീസ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയിട്ട് ചായ കുടിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ലേറ്റ് ആയി? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരിക്കലും. ആരാണ് മനസ്സമാധാനം ആഗ്രഹിക്കാത്തല്ലേ ചേച്ചി? എന്തിനാ അങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? എന്തായാലും വൈഫിങ് വീട്ടിലെത്തിയല്ലോ, ആ ഒരു സമാധാനം. കാരണം അങ്ങനെ തെറ്റ് ചെയ്യൂലെന്ന് ചിലപ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംശയമൊന്നുമില്ല. കാരണം എന്റെ ഹസ്ബൻഡ് ഞാൻ നേരത്തെ എത്തിയാലാ ചോദിക്കുന്നത്, ഇന്ന് എന്തേ നേരത്തെ എന്ന്. കാരണം പുള്ളി പറയുന്നത് അതാ, എനിക്ക് ആർക്കെങ്കിലും എന്നെ കിട്ടിയാൽ അവർ അഡ്രസ്സ് നോക്കി എന്നെ തിരിച്ചു കൊണ്ടാക്കുമെന്ന്. അതുപോലെയാണോ ചേച്ചിയും? ഇനി എവിടെയെങ്കിലും പോയാൽ അവരെന്നെ തിരിച്ചു കൊണ്ടാക്കുന്നത്? അത്ര വിശ്വാസമാണ് ഞങ്ങൾ. ഞാൻ തിരിച്ച് വീട്ടിലെത്തുമെന്നൊരു ഉറപ്പുണ്ട്.
എന്തൊക്കെ പറഞ്ഞാലും എവിടെ പോയെന്ന് പറഞ്ഞാലും തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കും. ഓക്കെ, അതിന് എത്ര സമയത്താണെങ്കിലും. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ ചേച്ചിയെ കൺസിഡർ ചെയ്യുന്നു. അടിപൊളി. അപ്പം പല രീതിയിലുള്ള പല ആശയങ്ങളുള്ള 3 പേരെയാണ്. നിങ്ങൾ എവിടെ നിന്നാണ്, ഏത് സ്കൂളിൽ നിന്നാണ്? ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ. ഓ, സീരിയസ് ആണല്ലോ. മോൻ്റെ പേര്? ദേവജ്. ദേവജ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ ദേവജ് എന്ന് പറയുമ്പോൾ? ഫ്രം ഗോഡ്. ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നും ലഭിച്ചത്. ഓക്കെ, വീട്ടിലാരൊക്കെയുള്ളത്? എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും. അച്ഛനുമാണുള്ളത്. ഓക്കെ, എനിക്കൊന്ന് ഫ്രണ്ട് ബെഞ്ചിലാണ് മോൻ ഇരിക്കുന്നതെന്ന് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട്. യെസ്. ആ, അതാണ് എനിക്ക് ഇല്ലെങ്കിൽ പഠിപ്പികളെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. നല്ലോണം ക്ലാസ്സിൽ ഏത് ഇതാണ്? ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്കിലൊക്കെ പെടുന്ന ആളാണോ? തേർഡും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ ആരെങ്കിലും ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്കിലുള്ള ആൾക്കാരാണോ? നിന്നെ കണ്ടിട്ട് എനിക്ക് മിഡിലും ബാക്കിലും ഒക്കെ ഇരുന്ന് പോകുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. ദേവജ് കുറച്ച് സീരിയസ് കക്ഷിയാണോ? നിങ്ങൾ ഒരു ക്ലാസ്സിലാണോ? ഡിവിഷൻ വേറെയാണ്. ദേവജിനെ കണ്ടിട്ടുണ്ടോ സ്കൂളിലൊക്കെ വെച്ചിട്ട്? ചിരിക്കാറൊക്കെ ഉണ്ടോ? ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് കാണുന്നേ ഉള്ളൂ. ഓക്കെയാണ്, ഹാപ്പിയാണ് കാര്യങ്ങൾ. ഓക്കെ, അടുത്ത മോനിലേക്ക് എത്തുമ്പോൾ. എൻ്റെ പേര് ആദിനാരായൺ, ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ പാറശാല, 8ാം ക്ലാസ് വിദ്യാർത്ഥി. എന്താകണം എന്നാണ് ആഗ്രഹിക്കുന്നത് വലുതാവുമ്പോൾ? ഞാൻ DRDO സയന്റിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ സയന്റിസ്റ്റ്. ഓക്കെ, അടിപൊളി. സയന്റിസ്റ്റ് എന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലായി. മറ്റേത് ഞാൻ അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഞാനിപ്പോൾ നിങ്ങളിൽ നിന്ന് അറിവ് ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, എന്നിട്ട് മോനിലേക്ക് എത്തുമ്പോൾ. എൻ്റെ പേര് അർജുൻ JV, ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ 8ാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ. ഓ ശരാ, കുറച്ച് മലയാളത്തെ സ്നേഹിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. 8ാം തരത്തിൽ പഠിക്കുന്ന ആളാണ്. എന്താണ് ആഗ്രഹം? എന്താണ് വലുതാവുമ്പോൾ? എനിക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ജോയിൻ ചെയ്യണം. IFS ജോയിൻ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അടിപൊളി. എന്തൊക്കെ ദേവജിന് എന്താണ് ആഗ്രഹം എന്ന് പറഞ്ഞില്ല വലുതാവുമ്പോൾ? IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അത് വിട്ട് ഒരു കളിയുമില്ല ഞങ്ങൾക്ക്. വേറെ ഇനിയിപ്പോൾ IAS. ഓക്കെ, എന്തായാലും മോന് കിട്ടും എന്നുള്ള ഉറപ്പ്. എന്നാലും ഒരു പ്ലാൻ B ഉണ്ടോ മോൻ്റെ ലൈഫിൽ? IPS arrange, IPS IFS. ഒന്നീ IAS അല്ലെങ്കിൽ IPS, IRS, IFS. IRS ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. IFS മതി. IAS മതി. ഇനി അവർ തന്നില്ലെങ്കിൽ മാത്രം ഞങ്ങൾ IPS കൊണ്ടേ പോവുള്ളൂ. ഓക്കെ, എന്തായാലും അത്രയും വിശ്വാസമുള്ളത് നല്ലതാണ്. അപ്പം നമ്മൾ പറയും എപ്പോഴും നമ്മളിങ്ങനെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഭാവിയിൽ ഒരു IAS ഓഫീസറായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റട്ടെ ദേവജിന്. താങ്ക് യു. ഞാൻ സത്യം പറയട്ടോ, ഞാൻ ഈ മോനായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. ഇതുവരെ വന്ന എപ്പിസോഡിൽ എന്നോട് ഇത്രയും ചിരിക്കാൻ നിൽക്കുന്ന ആള് ദേവജാണ്. ശരി, എനിക്ക് തോന്നുന്നു ദേവജി സീരിയസ് ആയിട്ടുള്ള ആളാണോ? ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി ഉള്ള ആളാണോ? പരീക്ഷയ്ക്ക് അടുത്തിരിക്കുന്ന ആൾ കോപ്പി അടിക്കാനൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആളാണോ? അടുത്തിരിക്കുന്ന ഫ്രണ്ട്സും എല്ലാം ചോദിച്ചാൽ, കാരണം നന്നായിട്ട് പഠിക്കുന്ന ആളാണല്ലോ ദേവജ്. ചിലപ്പോൾ എന്നാലും വലുതായിട്ട് കാണിച്ചു കൊടുക്കാറില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുന്നു. GK റൗണ്ട്. ആദ്യത്തെ റൗണ്ട് GK റൗണ്ടിലേക്ക് നമ്മൾ ഇതാ കിടക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ GK റൗണ്ടിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ ആവർത്തിക്കും. മലയാളം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ബസർ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അതിനു മുമ്പ് ബസർ പ്രസ് ചെയ്യാൻ പാടില്ല, ഉത്തരം അറിയാമെങ്കിലും. സോ മലയാളം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബസർ പ്രസ് ചെയ്യുക. ആദ്യം ബസർ പ്രസ് ചെയ്യുന്ന ആരാണോ ആ ടീമിനായിരിക്കും ഞങ്ങൾ അവസരം കൊടുക്കുക. ശരി ഉത്തരമാണെങ്കിൽ 2 പോയിന്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ബസർ പ്രസ് ചെയ്യുന്നത് ആഫ്റ്റർ മൈ മലയാളം വേർഷൻ. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം പോയിന്റ്സ് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. ദേവജ് റെഡി? ഓക്കെ, ഓൾ സെറ്റ്. അപ്പോൾ മൈക്കിൽ തന്നെ ആൻസേഴ്സ് പറയുക. ആൻഡ് ഞങ്ങൾ കടക്കുന്നു ഞങ്ങളുടെ GK റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. വിച്ച് ആനിമൽ ഈസ് എ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ദി വൈറ്റ് ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ആൻസർ ബംഗാൾ ടൈഗർ. ബംഗാൾ ടൈഗർ ശരി ഉത്തരം. സ്കൂളിൽ പഠിച്ചതാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ്? എനിക്ക് കാറ്റാണ് ഇഷ്ടം, പൂച്ചയാണ് ഇഷ്ടം. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡോഗ്സ് ഒക്കെ ഇഷ്ടമാണ്. ഓക്കെ, ദേവജിന്? എനിക്ക് ആനയാണ് ഇഷ്ടം. ആന? ചെറുതിലൊന്നും ഞങ്ങൾ പിടിക്കില്ല. ഏറ്റവും വലുത്, കരയിൽ ഏറ്റവും വലിയ ജീവിയിലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ബംഗാൾ ടൈഗർ പറഞ്ഞ് ശരി ഉത്തരം. കുട്ടികൾ വളരെ സ്മാർട്ടായിട്ട് നിൽക്കുകയാണ്. ചേച്ചിമാർ വിട്ടു കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഹൂ റോഡ് ദ ഇന്ത്യൻ നാഷണൽ ആന്തം ജനഗണമന? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ദ വൈറ്റ് ടീം പ്രസ് ചെയ്തിരിക്കുകയാണ്. രവീന്ദ്രനാഥ് ടാഗോർ.
രവീന്ദ്രനാഥ ടാഗോർ. ശരി ഉത്തരം. എനിക്കൊന്ന് ചേച്ചിമാർക്ക് അറിയായിരുന്നു ഇല്ലേ? അറിയാമായിരുന്നു, അല്പം അശ്രദ്ധ കൊണ്ട് പോയതാണ്. അതെ അതെ. ഇവിടെ ഒരു ചേച്ചി ആണെങ്കിൽ ചേട്ടനെ വീട്ടിൽ ചെന്ന് ഇന്ന് എന്ത് പറയുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, മറ്റേ ചേച്ചി ആണെങ്കിൽ നാളെ എവിടെ പോകണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും വീട്ടിലെത്തും എന്നുള്ള ചേട്ടന് വിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ വന്ന് ഓറ്റീം ഇവിടെ പറന്ന് നിന്നത് കാണണം. പിള്ളേരെ മലർത്തി അടിക്കാൻ വേണ്ടി നിന്നവരാ. പക്ഷെ പ്രശ്നമില്ല, കറക്റ്റ് ആയിരുന്നു. ഒന്നുകൂടി ഒന്ന് ഫാസ്റ്റ് ആയാൽ മതി നമ്മൾ. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് എല്ലാം ഇവർക്ക് അറിയായിരുന്നു. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. വിച്ച് സ്റ്റേറ്റ് ഇസ് നോൺ ആസ് ദി ലാൻഡ് ഓഫ് സ്പൈസസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? വീണ്ടും വൈ കൊണ്ടുപോയിരിക്കുകയാണ്. എന്താണ് ആൻസർ? കേരള. കേരളം. ശരിയാണോ? കേരളമല്ല. പിന്നെ ഏതാ ചേച്ചി? ചേച്ചിയുടെ മനസ്സിലേതാ? എൻ്റെ ഉദ്ദേശത്തില് പോരട്ടെ, സുഗന്ധ വ്യഞ്ജനങ്ങൾ നാട്. കർണാടക. പ്രസ് ചെയ്തിട്ട് കിട്ടാതിരുന്ന വളരെ നന്നായി. കേരളമാണ് ശരിയായിട്ടുള്ള ഉത്തരം. കർണാടകയിൽ ഏതാണ് സുഗന്ധ വ്യഞ്ജനം? ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക്. സാൻഡൽവുഡ്, ചന്ദനം. ചേട്ടാ, ഞാനിവിടെ ഒന്ന് റൂട്ട് ചെയ്ത് വരികയായിരുന്നു. ചേച്ചി, വേറെ ഏതെങ്കിലും സുഗന്ധ വ്യഞ്ജനം ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. കർണാടകയിൽ ഏലം കൃഷിയൊക്കെ ഉണ്ട്. ഉണ്ട്, ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. ഉണ്ട്. മറ്റേ പുഷ്പ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മനോജ് കെ ജയന്റെ. ഒന്നുകൂടെ ചേച്ചി, ഒന്നുകൂടെ അറിയാം. പുഷ്പ കണ്ടിട്ടുണ്ടോ? മറ്റേ ഊ അണ്ടമാ അതുപോലെ കണ്ടിട്ടുണ്ടോ? പഴയതൊക്കെ അറിയാവുള്ളൂ. പഴയതൊക്കെ അറിയാവുള്ളൂ. മനോജ് കെ ജയൻ ഉണ്ടോന്നോ വല്ല ഉദ്ദേശമുണ്ടോ? എന്ന് തോന്നുന്നു. എന്റെ മനോജ് ചേട്ടാ, നിങ്ങൾ പുഷ്പയിൽ വരെ എത്തിയിരിക്കുന്നു, ഒന്നും പറയാനില്ല. അല്ലു അർജുൻ എന്ന് കേട്ടിട്ടുണ്ടോ? റിയലി, ഐ ലവ് ഹിം. ചേട്ടനെ കുറച്ച് പറയേണ്ടി വരും ഇത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി പോകുമ്പോഴത്തേക്കും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഗുഡ് ഗോയിങ് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഭയങ്കര പഠിപ്പിസ്റ്റുകളാണെന്ന് തോന്നുമല്ലോ എല്ലാം. അങ്ങനെയൊന്നുമില്ല. ക്യുസിന് പോകുന്ന കുട്ടികളാണെന്ന് തോന്നുന്നല്ലേ? അയ്യോ, അപ്പൊ പിന്നെ ഇവരെ നിന്ന് ഞാൻ ചോദ്യം മേടിക്കേണ്ടി വരും. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം. വാട്ട് ഇസ് ദ കറൻസി ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കറൻസി ഏതാണ്? കിട്ടിയിരിക്കുന്നു. പൈസ വന്നപ്പോൾ ഞങ്ങൾ വിട്ട് കളയുന്നില്ല. ഓ ടീം ബസർ അടിച്ചിരിക്കുന്നു. ഡോളർ. ശരി ഉത്തരം. അമേരിക്ക പോയിട്ടുണ്ടോ? ഇല്ല, കാശില്ല. ഡോളർ ആണെന്നറിയാം, പക്ഷെ അമേരിക്കയിൽ പോകാൻ കാശില്ല. എന്നാലും ഏറെക്കുറെ എത്ര കാശ് വേണ്ടി വരും? ഇച്ചിരി കാശാവും. About 2 lakhs. അത്രയും വേണ്ടി വരും. അതെ, അതുകൊണ്ടാണ് പോവാത്തത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലേ? അറിയായിരുന്നു, ജസ്റ്റ് ബസറിൽ പോയതാണ്. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ജാലിയൻ വാല ബാഗ് മാസക്യൂർ ടേക്ക് പ്ലേസ്? ജാലിയൻ വാല ബാഗ് മാസക്യൂർ നടന്ന വർഷം ഏതാണ്? ഓ ടീം പറഞ്ഞു ചേച്ചി. 1919. 1919. ശരി ഉത്തരം. ഹിസ്റ്ററിയിൽ എനിക്ക് SSLC ദാറ്റ് ഇസ് 1978. ഹിസ്റ്ററിയിൽ 98% വാങ്ങിയ ആളാ. വാവ്. അപ്പൊ ഈ ഡേറ്റ്സ് എല്ലാം നമ്മൾ ഓർത്ത് വെക്കും. ഒരു വീക്ക്നെസ് ആൻഡ് ക്രേസ് ആണ് ജാലിയൻ വാല ബാഗ് എന്ന കൂട്ടക്കൊലയെ പറ്റിയൊക്കെ നമ്മളല്ലേ ഒരുപാട് ഇഷ്ടമാണ്. മൈ ഫാദർ ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ. മഹാത്മാഗാന്ധി. അച്ഛൻ IAS ഓഫീസർ ആയിരുന്നു. വി ബിലോങ് ടു തഞ്ചാവൂർ. അച്ഛൻ സർവ് ചെയ്തത് ഫുൾ കേരള. അങ്ങനെ ഞങ്ങൾ കേരളയിൽ വന്നതാ. അച്ഛൻ ഫ്രീഡം സ്ട്രഗിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത. ഹി വാസ് ഇൻ ജയിൽ ആൻഡ് ഓൾ ദാറ്റ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ്. അടിപൊളി കേട്ടോ. ഞങ്ങൾക്കൊക്കെ അത് ഭയങ്കര പറയുമ്പോൾ ഒരു ഭയങ്കര വികാരമല്ലേ? കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതാണ് ചേച്ചിയുടെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ വാവ്, നൈസ്, വെരി നൈസ്. അപ്പം അതുകൊണ്ട് ഈ ഡേറ്റ്സ് എല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അല്ലേ? ഓക്കെ, ആറാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഹൂ ഇസ് നോൺ ആസ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വൈറ്റ് ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം. ശരി ഉത്തരം. സൂപ്പർ ഗുഡ്. APJനെ പറ്റി പറയുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് വിങ്സ് ഓഫ് ഫയർ ആണ് ഓർമ്മ വരുന്നത്. വിങ്സ് ഓഫ് ഫയർ ആണ് അദ്ദേഹം പ്രചോദനം ചെയ്തിട്ടുണ്ട് എനിക്ക്. അതാണ്. ഇനി ഇവിടെ മോനോ APJ അബ്ദുൽ കലാം എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ഡ്രീം എനിക്ക് ISR ആയിരുന്നു. ISRയിലോട്ട് എത്താൻ വേണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ തന്നതും APJ അബ്ദുൽ കലാമാണ്. അബ്ദുൽ കലാമാണ്. ദേവജനോ? അഗ്നിയാണ് ഓർമ്മ വരുന്നത്. ഓ, മിസൈൽ അഗ്നിയാണ് ഓർമ്മ വരുന്നത്. എന്തൊക്കെയാണല്ലേ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. ഇന്നും എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഇടയിൽ ഇത്രയും ജനസമിതിയുള്ള മറ്റൊരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എന്നെ സംശയമാണ്. അപ്പോൾ എല്ലാം മിടുക്കന്മാരാണ് നിൽക്കുന്നത്. ഇപ്പുറത്ത് 3 മിടുക്കികളാണ് നിൽക്കുന്നത്.
ഓ, ഒരു രക്ഷയില്ല. കിഡിലൻ ടീമിനെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് സൈഡിലും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 7th ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. 7th ക്വസ്റ്റ്യൻ. സീസ്മോളജി ഈസ് എ സ്റ്റഡി ഓഫ്. സീസ്മോളജി എന്തിന്റെ പഠനമാണ്? ദ വൈറ്റ് ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. Seismology is a study of earthquakes. എർത്ത് ക്വേക്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് സീസ്മോളജി. കറക്റ്റ് ആൻസർ. ഇപ്പം അറിയായിരുന്നോ ചേച്ചി? പിന്നെ അറിയാമായിരുന്നു, എന്ത് അല്പം ഡിലേ ആയിപ്പോയി. നമ്മൾ ഇനി ഇങ്ങനെ ഡിലേ അടിക്കാൻ പാടുണ്ടോ? ഇല്ല. ചേട്ടനെ മനസ്സിൽ വിചാരിക്കുക, ചേട്ടനാണോ ബസർ എന്ന് വിചാരിച്ചേ? Okay. ഓക്കെ, ഒന്നും നോക്കണ്ട. ശരി. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 8ാമത്തെ ചോദ്യമാണ്. ഇൻ വിച്ച് സ്പോർട്ട് ഇസ് എ നെഹ്റു ട്രോഫി അസോസിയേറ്റഡ് ഹെൽഡ് ആനുവലി ഇൻ കേരള? കേരളത്തിൽ വർഷം തോറും നടക്കുന്ന നെഹ്റു ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റ് ടീം തന്നെ വീണ്ടും. വള്ളംകളി. വള്ളം കളി, ശരി ഉത്തരം. ഇതിൽ വള്ളം കളി കണ്ട ആരെങ്കിലും ഉണ്ടോ? അച്ഛൻ ആലപ്പി കളക്ടറായിരുന്നപ്പോ കുഞ്ഞിലേ ആലപ്പി കളക്ടർ ആയിരുന്നു അച്ഛൻ. ആ സമയത്ത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. വെരി നൈസ്, വെരി നൈസ്. അത് ലൈഫിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു ഇവന്റ് ആണ്. എനിക്കൊന്ന് മാം തഞ്ചാവൂർ എന്നല്ലേ, ഇപ്പൊ മലയാളമാണോ? യു ആർ ബേസ് ലൈക്ക് തമിഴാണോ? തഞ്ചാവൂർ മദർ ടങ് തമിഴാണ്. തമിഴിൽ വന്ന് ഏതാവത് 2 വാർത്ത பேச முடியுமா? நீங்க ரொம்ப அழகா இருக்கீங்க, நல்லா கம்பேர் பண்றீங்க. அந்த மாதிரி நல்ல வார்த்தை എല്ലാം കൊടുങ്ക അണ്ണി എന്നല്ലേ പറയുന്ന അമ്മ. പിള്ളേർക്ക് വേണ്ടി തമിഴിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ചേച്ചി. நீங்க 3 பேரும் நல்லா படிச்சு பெரிய மனுஷனா வரணும், பெரிய பெரிய நிலையில எத்தணும். உங்களோட இன்ஸ்பிரேஷன் அப்துல் கலாம் இல்லையா? அதே மாதிரி எது ஃபீல்டு நீங்கள் எடுக்கிறீங்களோ அந்த ஃபீல்டில் டாப் லெவலில் வரணும். அதுக்கு எல்லா ബ്ലെസ്സിങ്സും. നന്ദി. നമ്മൾ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം. ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോകുന്നു. ഹൂ പ്ലേഡ് ദ റോൾ ഓഫ് കുറുപ്പ് ഇൻ ദ 2021 മലയാളം ഫിലിം ഓഫ് ദ സെയിം നെയിം? 2021 പുറത്തിറങ്ങിയ മലയാള ചിത്രമായ കുറുപ്പ്. ആ സിനിമയിൽ പ്രധാന വേഷം അവതരിപ്പിച്ചത് ആരാണ്? The actor Dulquer Salman. സലാമോ? Salman. Dulquer Salman. ദുൽഖർ സൽമാൻ. ചേച്ചി എന്തു തോന്നുന്നു? അത് ആൻസർ അറിയില്ലായിരുന്നു. കുറുപ്പ് സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. സിനിമ എല്ലാം കാണാറുണ്ടോ? കണ്ട്. ആടുജീവിതം അവസാനം കണ്ടത്. ആടുജീവിതം ഇറങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ. പിന്നീട് സമയം കിട്ടിയില്ല. ആടുജീവിതത്തിൽ പൃഥ്വിരാജ് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് പൃഥ്വിരാജിന് അത്ര ഓവർ മേക്കപ്പ് ആണെന്ന് തോന്നി. ഞാൻ നോവൽ വായിച്ചിട്ടുണ്ട്, എനിക്ക് അത്രയ്ക്കും ആസ്വാദ്യകരമായി തോന്നിയില്ല. പൃഥ്വി ഓവർ മേക്കപ്പോ? പൃഥ്വി ഭയങ്കരമായിട്ട് 30 കിലോ വരെയാണ് റെഡ്യൂസ് ചെയ്തത്. അതെ, എന്നാലും ഇത്തിരി എന്തോ എനിക്കങ്ങ് എൻ്റെ പ്രായത്തിന്റെ കൂടുതൽ കൊണ്ടായിരിക്കും. പിന്നെ വേറൊരു പയ്യനുണ്ടായിരുന്നു, അവനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോകുലിനെയാണ് ഇഷ്ടപ്പെട്ടത്. നോവലായിരുന്നു കൂടുതൽ ആസ്വാദ്യകരമാണ്. നോവലാണ് ഞാൻ നന്നായിട്ട് ആസ്വദിച്ചത്. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? നടൻ എനിക്ക് സത്യനൊക്കെ ഇഷ്ടം. സത്യൻ സാറിൽ നിൽക്കുകയാണ് കൊച്ചു കള്ളി. ഇവിടെ പിള്ളേർ ദുൽഖർ സൽമാനെ നസ്ലിന് വരെ എത്തി. എനിക്ക് ചെമ്മീനൊക്കെയാണ് ഇഷ്ടം. ചെമ്മീനൊക്കെയാണോ ഇഷ്ടം? കറക്റ്റ് കേട്ടോ, ഓ ടീമിന് ബെസ്റ്റ് ആളിനെയാ കിട്ടിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഒരു ഇഷ്ടം ഇല്ല. ചെമ്മീൻ, സത്യൻ സാറ് വിൻറ്റേജ് ആണ്. അപ്പൊ ഇന്നത്തെ നായികമാരിൽ അല്ലെങ്കിൽ നായകന്മാരിൽ ഇന്നത്തെ കാലത്ത് ഒരുവിധം കുഴപ്പമില്ലാന്ന് തോന്നിയ ചേച്ചിക്ക്? മഞ്ജു വാര്യരെ ഇഷ്ടം. മഞ്ജു വാര്യർ. നായകന്മാരിലോ? നായകന്മാരിൽ പൃഥ്വിരാജ് ഇഷ്ടമാണ്, പക്ഷെ മേക്കപ്പ് മറ്റേത് ഇച്ചിരി കൂടിപ്പോയി. ചിലതിലൊക്കെ നന്നായിരിക്കും. സെല്ലുലോയിഡിലൊക്കെ നന്നായിരുന്നു. അതിൽ മേക്കപ്പ് പ്രശ്നം വന്നില്ല. ചേച്ചിക്കോ? അതും കൂടെ ചോദിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഇന്നത്തെ കാലത്ത് ഒരു നടൻ ആരാണ്? സത്യൻ സാറാണെന്നൊന്നും പറയരുത്, അതിവിടെ കൊണ്ടുപോയി. അടുത്ത പഴയ കാലത്ത് എനിക്ക് പ്രേം നസീറിനാണ് ഇഷ്ടം. ഓ, ഇത് എവിടെ നിന്ന് കറക്റ്റ് ഒപ്പിച്ചു കേട്ടോ നമ്മൾ ഇത്തവണ ഓ ടീമിന്. എന്നിട്ട് ഇപ്പോഴത്തെ കാലത്തിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നത് ആരുമില്ല. അറിയുന്ന എന്നാൽ ഒരുവിധം കാണുന്ന അല്ലെങ്കിൽ കണ്ട ആരെങ്കിലും ഉണ്ടോ അറിയുന്ന ഇന്നത്തെ കാലത്ത്? ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് പെണ്ണുങ്ങൾ, എനിക്ക് നവ്യ നായർ. ദുൽഖർ സൽമാനെ പറ്റി വല്ല സിനിമകളും വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ല. അറിയില്ല. ആരാ ദുൽഖർ സൽമാൻ എന്നറിയോ? അറിയാം, കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വലിയ ലെജൻഡിന്റെ മകനാണ്. ആരാന്നറിയോ? അത് ദുൽഖർ സൽമാൻ വലിയൊരു ലെജൻഡിന്റെ മോനാണ്. മമ്മൂക്കേനെയാണ്. ഇവിടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മമ്മൂട്ടി എന്നൊക്കെ. അപ്പൊ ദുൽഖർ സൽമാൻ എന്ന പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി 9ാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇനി ഈ റൗണ്ടിൽ ഒറ്റ ചോദ്യം കൂടെ ബാക്കിയുള്ളൂ. ഓക്കെ, പിടിച്ചു നിന്നോണം. റെഡി? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കോണ്ടിനെന്റ് ഇസ് ദ ലാർജസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഏരിയ? വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ദ ഓ ടീം. ഏഷ്യ.
ഏഷ്യ എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ആഫ്രിക്ക എന്നാണ് തോന്നുന്നത്. ആഫ്രിക്ക എന്നാണ് തോന്നുന്നത്. ദേവജിനോ? ശരി ഉത്തരമാണ്. ദേവജ് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ശരി ഉത്തരം ഏഷ്യ. ആഫ്രിക്ക അല്ല, ഏഷ്യയാണ്. കോണ്ടിനെന്റ് സോ ബിഗ്. ഞങ്ങളുടെ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ O ടീം കരസ്ഥമാക്കിയിരിക്കുന്ന എത്ര പോയിന്റ് ആണെന്നുള്ള ഐഡിയ ഉണ്ടോ? 6 പോയിന്റ്സ്. അടിപൊളി. 3 ശരി ഉത്തരങ്ങൾ നൽകി. ഇനി Y ടീം നേടിയിരിക്കുന്ന എത്ര പോയിന്റ്സ് ആണെന്ന് ഐഡിയ ഉണ്ടോ? 14 പോയിന്റ്സ് ആണ്. പക്ഷെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്, 10 ചോദ്യത്തിനും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എനിക്ക് കിട്ടി. ഇവിടെ 6 കൊണ്ടുപോയി, ബാക്കി 14 കൊണ്ടുപോയി. അപ്പോൾ അടിപൊളിയായിട്ട് കളിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത റൗണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നത്. ഗെയിം റൗണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. കാര്യങ്ങൾ മാറി മറിയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു റൗണ്ടിൽ തന്നെയാണ്. പ്രായത്തെ വെല്ലുന്ന ഒരുപാട് പെർഫോമൻസസ് O ടീം ഈ ഒരു റൗണ്ടിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്ലേ ചെയ്യാൻ 2 ടീംസിനും സാധിക്കട്ടെ. സോ ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ട് ഗെയിം റൗണ്ട്. സോ നമ്മുടെ ഗെയിം തുടങ്ങാൻ പോവാണ്. ഗെയിമിൻ്റെ പേര് ഇത്രയേ ഉള്ളൂ, ഫിൽ യുവർ ഗ്ലാസ്. ഓക്കെ, അപ്പോൾ ആ ഗ്ലാസ്സിൽ മാർക്കിംഗ് ഉണ്ട്, ബ്ലാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡിപ്പ് ചെയ്യുക സ്ട്രോ, മാക്സിമം വെള്ളം പ്രഷർ കൊണ്ട് തന്നെ ഇത് ക്യാരി ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആ മാർക്ക് വരെ ഫില്ല് ചെയ്യണം. ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ ആ മാർക്കിൽ എത്തുന്ന ടീമായിരിക്കും വിജയിക്കുന്നത്. 5 പോയിൻ്റാണ് കിട്ടുക. ഓക്കെ, ആരാണ് ഈ ടീമിൽ നിന്ന്, Y ടീമിൽ നിന്ന് പ്ലേ ചെയ്യാൻ വരുന്ന ആരാണ്? ദേവജ്. ദേവജാണ്. വായു. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. വേറെ ഒന്നുമില്ല, മാക്സിമം വെള്ളം നമുക്ക് ഓരോ ഇൻടേക്കിലും സ്ട്രോയിൽ ഉണ്ടാവണം, എന്നാലാണ് പെട്ടെന്ന് അത് ഫില്ല് ചെയ്യാൻ പറ്റുക. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓ, ടെക്നിക്ക്. അടിപൊളി. വാവ്, സൂപ്പർ. ചേച്ചി കണ്ടല്ലോ, ദേവജ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാണ്. മാക്സിമം വെള്ളം ദേവജ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം വെള്ളം. സ്ട്രോ മാറ്റണം എന്ന് തോന്നണമെങ്കിൽ സ്ട്രോ മാറ്റാം, ഷാബിയായി എന്ന് തോന്നണമെങ്കിൽ സ്ട്രോ മാറ്റാം. സ്ട്രോ നനഞ്ഞു തോന്നണമെങ്കിൽ അപ്പം മാറ്റിക്കോണം. മാക്സിമം വെള്ളം എടുക്കുന്നിടത്താണ് വിജയം. ഓൾമോസ്റ്റ് 1/4 എത്തി. യെസ്, വെരി ഗുഡ്. ദേവജ് ഇസ് ഡൂയിങ് സോ ഗുഡ്. പതിയെ മതി, കൃത്യമായിട്ട് ചെയ്താൽ മതി. നല്ലോണം ചെയ്യുന്നുണ്ട്. ദേവജ് ഇസ് ഡൂയിങ് റിയലി ഗുഡ്. ഓൾമോസ്റ്റ് ഹാഫിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം നോക്കിയാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യാണ് ദേവജ്, വേറെ ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല. മാക്സിമം വെള്ളം എടുത്താൽ മതി. സ്പീഡ് കണ്ട് ഭയക്കണ്ട, നമ്മൾ മാക്സിമം വെള്ളം എടുത്ത് ചെയ്യാം. ഓൾമോസ്റ്റ് ഇതാ നിറഞ്ഞ് വരികയാണ്. വെള്ളം എടുക്കുക, ജസ്റ്റ് ഡിപ്പ് ചെയ്യാതെ കുറച്ച് ഇങ്ങനെ കൊണ്ടുപോയി ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ്. ഓൾമോസ്റ്റ് നിറയുന്നു. Wow, super. അടിപൊളി. സ്ട്രോ മാറ്റാമെങ്കിൽ സ്ട്രോ മാറ്റാം. എനിത്തിങ്. നിറഞ്ഞു വരുന്നുണ്ട്. മാക്സിമം വെള്ളം. വരാറായി. യെസ്, ഓൾമോസ്റ്റ് ഇനി ഒരു 10% കൂടെ ഉള്ളൂ. വെരി നൈസ്. വെരി ഗുഡ്. അടിപൊളി. തീരാറായി കേട്ടോ. ആയി വരുന്നു. ഇനിയോ 1-2 ഡിപ്പൊക്കെ മതിയാകും.
ആയിരിക്കുന്നു. മതി. ഓക്കെ, ഓ നിർത്തിയില്ല, മതി. ഓക്കെ, ഓക്കെ. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ വൈറ്റ് ടീം അത് പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവരുമായിട്ട് മാറ്റുരയ്ക്കാൻ എത്തുന്നത് ഞങ്ങളുടെ O ടീമിൽ നിന്നും ആരാണ്? ഞാൻ. ഓക്കെ, ചേച്ചിയാണ്. പ്ലീസ് 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 കം ഓവർ. ഒരു ചെറിയ റിക്വസ്റ്റ്. ഞാനൊരു റൈറ്റ് ഹാൻഡ് ഡോമിനന്റ് പേഴ്സൺ ആയതുകൊണ്ട് Okay. റൈറ്റ് സൈഡ് വിൽ ബി മോർ ഫേവറബിൾ. അപ്പം എനിക്ക് ഗ്ലാസ് ഒന്ന് റൈറ്റ് സൈഡിൽ വെച്ച് തന്നാൽ ഐ വിൽ സ്റ്റീൽ ദ ഷോ. ഓക്കെ, ചേച്ചി പറഞ്ഞ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഇതെടുത്തിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൾട്ട്. കാരണം ചേച്ചി റൈറ്റ് ഹാൻഡഡ് ആയതുകൊണ്ട് അപ്പോൾ അവർക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ ഇത് കിട്ടും, മുൻതൂക്കം കിട്ടും. റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോ ഡയറക്ടറിൻ്റെ സമ്മതത്തോടെ ഞാൻ ഈ ഗ്ലാസ് എടുത്ത് അവരുടെ അതേ പൊസിഷൻ ഗ്ലാസിൻ്റെ അങ്ങോട്ടേക്ക് ഞാനൊന്ന് വെച്ചു കൊടുക്കുകയാണ്. ചേച്ചി ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് താങ്ക് യു സോ മച്ച്. ചേച്ചി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി വിജയിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ. ഓക്കെ ഓക്കെ, മൈക്കപ്പം മാറ്റാം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമുക്ക് നോക്കി നോക്കാം എത്ര പെട്ടെന്നാണ് ചേച്ചിക്ക് നിറയ്ക്കാൻ പറ്റുന്നത് നോക്കാം. ചേച്ചി കുറച്ചുകൂടെ താഴോട്ട് പോവാം. കൈ തുറന്നിട്ട് വേണം ചേച്ചി ഇത് ചെയ്യാനായിട്ട്. യെസ് യെസ്, ലെറ്റ്സ് സീ. അയ്യോ അതിലുണ്ടായിരുന്നു. യെസ് യെസ്, കറക്റ്റ്. ചേച്ചിക്ക് നാക്ക് കിട്ടി. കറക്റ്റ്, വെരി കറക്റ്റ്. മാക്സിമം എടുത്താൽ മതി. വെരി ഗുഡ്, വെരി ഗുഡ്. അവർക്ക് അത്ര ഇതില്ല. ഇനി ചേച്ചി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ടെൻഷനല്ല, ഇവിടെ ഒരാൾ ടെൻഷൻ അടിച്ചിരിക്കുക. രണ്ടുപേര് ടെൻഷനാണോ? കപ്പെന്ന് പറയും. കപ്പ് വേണോന്ന് പറ. ഞാനൊക്കെ വീട്ടിൽ കൊണ്ടുപോട്ടെ? എന്നെയാ വരാം. പണിയൊന്നും ചെയ്യും, പണിയൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡാണോ ചെയ്യുന്നേ? കുറച്ചൊക്കെ ചെയ്യുന്ന പുള്ളിയാ. പുള്ളിയൊന്നും ചെയ്യത്തില്ലല്ലോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ചേച്ചി നല്ല രീതിയിൽ തന്നെ പ്ലേ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാവ്, ഓൾമോസ്റ്റ് 25% കംപ്ലീറ്റ് ആണ്. നല്ല ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ട് ചേച്ചി. യെസ് യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കമോൺ കമോൺ. യാ, ഇവിടെ ഒരാൾ ടെൻഷൻ അടിച്ച് അപ്പുറത്തൊക്കെ വീണ് കിടന്ന് നോക്കുക. ടെൻഷൻ അടിക്കണ്ട, പേടിക്കണ്ട, നമ്മൾ വിജയിച്ചിരിക്കുന്നു. നോക്കണ്ട, വരൂ. വിജയിച്ചിട്ടില്ല, ഇനിയുണ്ട്, ചെയ്യാനുണ്ട്. ഞാൻ ചുമ്മാ വിജയത്തിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് അതാണ് അതാണ്. നോ നോ, ദാറ്റ്സ് നത്തിങ് ലൈക്ക്. യാ, കം ഓൺ കം ഓൺ കം ഓൺ. അടിപൊളി. യെസ്, വെരി ഗുഡ്. നല്ല ക്വാണ്ടിറ്റിയിൽ ചേച്ചി അത് പുൾ ഓഫ് ചെയ്യുന്നുണ്ട്. യെസ്, ചേച്ചിക്ക് നാക്ക് കിട്ടി കേട്ടോ. കറക്റ്റായിട്ട് അത് കിട്ടി. ഇനിയിപ്പം നോക്കിക്കോ, ദേവജി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കുകയാണ്. എത്രയായി കാണും സമയം. ദേവജേ, എന്ത് തോന്നുന്നു? മൈക്കിൽ പറഞ്ഞേ, എന്ത് തോന്നുന്നു? ഇവർ കൊണ്ടുപോകുമോ? നിങ്ങൾ എന്നെ കൊണ്ടുപോകും? എന്ത് തോന്നുന്നു? ക്ലിയർ ആയിട്ട് അറിയില്ല. ക്ലിയർ ആയിട്ട് അറിയില്ല. കാരണം ടൈം ഇവർ അറിഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടില്ല ടൈം എത്ര എടുത്തു എന്നുള്ളത്. എടുക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലാണ്. എടുക്കുന്നു, കറക്റ്റ്, അതാണ് ക്വാണ്ടിറ്റി. മോനെ, എക്സ്പീരിയൻസ് മാറ്റേഴ്സ്, ഡിയർ ലൈഫ് എക്സ്പീരിയൻസ്. എടുക്കുന്ന ക്വാണ്ടിറ്റി ആണ്. ദേവജി പിന്നെ സ്പീഡിലായിരുന്നു. പക്ഷെ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ഫില്ല് ചെയ്യാണ്. എന്നാലും നമുക്ക് നോക്കി നോക്കാം ടൈം എത്ര എടുക്കും എന്നുള്ളത്. കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം. ഓക്കെ, യെസ്, വെരി നൈസ്, വെരി നൈസ്. എന്തിയെ കപ്പൊക്കെ എന്തിയെ പറഞ്ഞേ? പറഞ്ഞേ, പോട്ടെ. അത് തന്നെ. ഗോ ഫാസ്റ്റ്. ഇതൊക്കെ മാം അതിൽ തന്നെ. യാ, കറക്റ്റ്. നമുക്ക് ജയിക്കണം, ജയിച്ചേ പറ്റൂ. വിജയം അനിവാര്യമാണ്. സുനിശ്ചിതമാണ് വിജയം. വിജയം അനിവാര്യമാണ്. വിജയം ഉറപ്പിച്ചോളൂ. കൃഷ്ണവേണി, ഇതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. 5 പോയിന്റ് നമുക്ക് എടുക്കണം. എന്നാ നമ്മൾ അവരായിട്ട് ബീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്താം. യെസ് യെസ് യെസ്, കം ഓൺ കം ഓൺ. യാ, വെരി ഗ്രേറ്റ് ജോബ്. ഗുഡ്. സ്പീഡ് അപ്പ്. സ്ട്രോ മാറ്റാമെങ്കിൽ മാറ്റാം ചേച്ചി. യാ, വെരി ഗുഡ്, വെരി ഗുഡ്. അയ്യോ, അതിലുണ്ടായിരുന്നു.
പെട്ടെന്ന് അടച്ചോ. ഇല്ല, അതിൽ വന്നില്ല. ഒന്നുകൂടി. സ്ട്രോ മാറ്റിക്കോ, സ്ട്രോ മാറ്റിക്കോ. അവിടെ തുറന്നു വെച്ചിട്ടാണ് ചേച്ചി മുക്കാനായിട്ട്. ഓൾമോസ്റ്റ് നമ്മളൊരു 75% കംപ്ലീറ്റ് ചെയ്തു. 25% കൂടെ ബാക്കിയുള്ളൂ. ഓൾമോസ്റ്റ് ആയി വരുന്നു. 80%. ഇനി 20% കൂടിയുള്ളൂ. Yes. Come on. അതിലുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഉള്ളൂ. ഇനി ഒരു 10% കൂടെ ഉള്ളൂ. Oh. കെയർഫുൾ. പുറത്തുനിന്ന് കളി കാണാൻ നല്ല രസമാ. ഇനി ഒരു 5% കൂടെ ഉള്ളൂ. ദേവിന്റെ അളവ് നോക്കാം. മിക്കവാറും നല്ല അതാണ്. യെസ്, ആയി വരുന്നുണ്ട്. കഴിയാറായി. ഇനി ഒരു ഇതും കൂടെ മതിയാവും. വെരി ഗുഡ്. ചേച്ചി വേണ്ട, സമയം കളയാം നമുക്ക്. ഓക്കെ. ഇനിയാണ് നമ്മൾ ടൈം അറിയാൻ പോകുന്നത്. എന്ത് തോന്നുന്നു, നിങ്ങളാണോ അല്ലെങ്കിൽ ഇവരാണോ കൂടുതൽ സമയത്തിൽ തീർത്തും തോന്നുന്നത്? അറിയില്ല, നോക്കാം. അറിയത്തില്ല. ചേച്ചിക്കോ എന്ത് തോന്നുന്നു? ഞങ്ങളാണ് ജയിച്ചതെന്നാണ് തോന്നുന്നത്. വളരെ നല്ലതാണ്. ആ ശുഭാപ്തി വിശ്വാസം തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും ഓ ടീം ഈ ഒരു ഗെയിം തീർത്തിരിക്കുന്നത് 6 മിനിറ്റും 39 സെക്കൻഡുകളും കൊണ്ടാണ്. പക്ഷെ നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. മാം കൃത്യമായിട്ട് തന്നെ വിത്ത് ഓൾ എനർജിയിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വിച്ച് ഇസ് റിയലി ഗുഡ്. അടിപൊളി. ഇനി നമ്മുടെ വൈറ്റ് ടീമിന് വേണ്ടിയിട്ട് ദേവജ് ആയിരുന്നു ആ ഒരു കോമ്പറ്റീഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേവജ് ഈ ഒരു അറ്റംപ്റ്റ് തീർത്തിരിക്കുന്നത് 3 മിനിറ്റും 10 സെക്കൻഡിലുമാണ്. അങ്ങനെ വീണ്ടും 5 പോയിന്റ് കൂടി നേടിയിരിക്കുന്നു ഞങ്ങളുടെ ടീം വൈ. അപ്പോൾ നിങ്ങളുടെ വൈറ്റ് ടീം ഈ 2 കോമ്പറ്റീഷൻസ് കഴിയുമ്പോഴത്തേക്ക് അവർ നേടിയിരിക്കുന്നത് 19 മാർക്സ് ആണ്, പോയിന്റ്സ് ആണ്. ഞങ്ങളുടെ ഓ ടീം നേടിയിരിക്കുന്നത് 6 പോയിന്റ്സ് ആണ്. പക്ഷേ ഇനി ഒരു റൗണ്ട് കൂടെ ഉണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു വലിയ ചാൻസ് കൂടി ഞാൻ തരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് വിജയിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ കഴിഞ്ഞ ഒരു YXയുടെ കുറേ എപ്പിസോഡ്സ് ഞങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര വാട്സപ്പ് ഗ്രൂപ്പ്സിലെ മെമ്പറാണെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന 1-2 വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് പറയാമോ? ചേച്ചി ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്, കൗതുകമുള്ള പേരുകളൊക്കെ. വാണ്ടറിംഗ് ബഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രാവൽ മേറ്റ്സ് എല്ലാം കൂടെ ഒരു വാണ്ടറിംഗ് ബഡീസ്. ഭയങ്കര ക്ലാസ് ആണ്, നീറ്റ് ആണ് ഞങ്ങൾ. ഓക്കെ, ഞങ്ങൾ ഹംപിക്ക് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഹംപി. ഓക്കെ, എല്ലാം ട്രാവൽ അറേഞ്ച്മെന്റ്സ് ഓൾ സെറ്റ് ആണ്. വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടോ? മാജിക്കൽ ബ്ലെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 36 ലേഡീസ് ഇൻ ട്രിവാൻഡ്രം വി ഹാവ് ഫോംഡ് എ ഗ്രൂപ്പ്. എല്ലാ മന്തും ഒരു മീറ്റപ്പ് ഉണ്ട്. ആൻഡ് വി ആർ എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം. സിസ്റ്റർഹുഡ് ആണ്. ഓക്കെ, എല്ലാ മന്തും ഒരു മീറ്റപ്പ് ഉണ്ടാവും.
അങ്ങനെയാണ്. കുറച്ച് ക്ലാസ് പേരുകളാണ്. ചേച്ചിയുടെ ഇങ്ങോട്ടേക്ക് വരുമ്പം എന്താണ്? ഐ ആം വെരി ലോക്കൽ. ഓ, വെരി ലോക്കൽ. പൊന്മക്കൾക്ക് പൊൻതറൈ. രണ്ടുപേര് പോരട്ടെ. നെയ്യാർ റൈഡേഴ്സ്. നെയ്യാർ റൈഡേഴ്സോ? Yes. ഇതെങ്ങനെ ലോക്കൽ ആവുന്ന? ഭയങ്കര ഇന്റർനാഷണൽ റൈഡേഴ്സ് ഒക്കെ. നെയ്യാർ റൈഡേഴ്സ്. അതിലാരാ റൈഡേഴ്സ് പോകുന്ന? ആരൊക്കെയാ റൈഡ് പോകുന്നത്? ഞങ്ങള് തന്നെ പോകുന്നത്. അല്ല, ഹസ്ബൻഡ് പോകുമ്പോൾ പിറകെ കയറി ഇരിക്കുന്നതിനാണോ റൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ്? no. ആണുങ്ങളും ഒക്കെ ഉണ്ടോ അതോ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളോ? ആണും പെണ്ണും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ. ശല്യക്കാരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. നെയ്യാർ റൈഡേഴ്സ് എവിടെയൊക്കെ പോകുന്നുണ്ട്? നെയ്യാറ്റിങ്കര ഭാഗത്താണോ കിടന്ന് കറങ്ങുന്നത് അതോ? അല്ല, വാഗമൺ. വാഗമണ്ണ് വിട്ട് ഞാൻ കേരളം മൊത്തം ഉണ്ട്. ആണ്. കേരളം മൊത്തം ഉണ്ട്. പിന്നെ പൂവാർ ഐലൻഡ് പൂവാറൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ ചേച്ചിക്ക്? പിന്നെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്. അത് ഭയങ്കര സജീവമാണ്. പിന്നെ ഞങ്ങൾ അത് PSC കോച്ചിങ്ങിന് വേണ്ടി എല്ലാ മാസവും. പേര് ഏറ്റവും രസമുള്ള ഒരു പേരെന്തായിരുന്നു? രസം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പേരാണ്. 100 വർഷങ്ങൾക്ക് അയ്യാമാവറത്തല കുടുംബ കൂട്ടായ്മ. എന്റെ അമ്മ, ഇത് പഠിച്ച് ഞാൻ വരുമ്പോ തന്നെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുമല്ലോ. പള്ളിച്ചലാണ് അതിന്റെ ആസ്ഥാനം. അപ്പൊ ഒത്തിരി പേരൊക്കെ ഉണ്ട്. ഒത്തിരി പേര്, ഒരു 400 ഞങ്ങൾ കുടുംബാംഗങ്ങൾ മാത്രം. ബിഗ് ഫാമിലിയാണ്. ചേച്ചിയിലേക്ക് വരുമ്പോ എവിടെ പോയാലും തിരിച്ച് വീട്ടിൽ കറക്റ്റ് ആയിട്ട് 10 മണിക്ക് മുമ്പ് വരുന്ന ഹസ്ബൻഡിന് ഒരുപാട് വിശ്വാസമുള്ള ചേച്ചിക്ക് ഏതൊക്കെ ഗ്രൂപ്പ്സ് ഉണ്ട്? ചിരി ക്ലബ്ബ്. ചിരി ക്ലബ്ബ്. ഓക്കെ, അടിപൊളി. എന്നിട്ട് വേറെ ഒരെണ്ണം? വേറെ ഹ്യൂമർ ക്ലബ്ബ്. ചിരി ക്ലബിന്റെ ഇംഗ്ലീഷും ഉണ്ട്. അല്ല, ചിരി ക്ലബ്ബ് വേറെ, ഹ്യൂമർ ക്ലബ്ബ് വേറെ. അതെന്താ രണ്ടാക്കിയത് ചേച്ചി? രണ്ടും 2 ഗ്രൂപ്പാണ്. ഓ, അപ്പൊ പേര് രണ്ട്, ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് മലയാളത്തിലും ഉണ്ട്. 2 ഗ്രൂപ്പ് ഉണ്ട്. വേറെ ഏതെങ്കിലും ഉണ്ടോ? പിന്നെ എൻ്റെ കുടുംബ കൂട്ടായ്മ ഉണ്ട്. ഇതിന്റെ പ്ലാമൂട്ടിൽ. ഓക്കെ. ഇതിനൊക്കെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഒക്കെ ചേച്ചി വല്ലത്തിന്റെ അഡ്മിൻ ആണോ? ഞാൻ ഇല്ല അഡ്മിൻ ഒന്നും അല്ല. ഓക്കെ. അപ്പൊ നിങ്ങളെല്ലാം ഭയങ്കര പഠിപ്പി കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പ്സിന്റെ പേരൊക്കെ ഒന്ന് അറിയാൻ പറ്റുമോ ചേച്ചിക്ക്? അതേവച്ചുള്ള 2 ഗ്രൂപ്പുകളുടെ പേര് വാട്സപ്പിലെ. ക്ലാസ് 8B. ക്ലാസ് 8B. അതിൽ 8Bയിൽ എല്ലാവരും ഉണ്ടോ? ഒരുവിധം പഠിക്കുന്ന കുട്ടികളെ മാത്രമേ ഉള്ളൂ. പഠിക്കാത്ത കുട്ടികളെ നിങ്ങൾ ഇതാക്കി കളയോ, ബ്ലോക്ക് ചെയ്ത് കളയോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എക്സിറ്റ് അടിപ്പിക്കുക? ഇല്ല. അങ്ങനെയല്ല. സ്കൂൾ ഗ്രൂപ്പ് അല്ലാതെ വേറെ ഏതാ? മോന്റെ ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടിക്കും ഇല്ല നമ്മള്. ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റ, വാട്സപ്പ് അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് മോൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഏതാണ്? യൂട്യൂബ് ആണ്. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യം എന്താണ്? ജനറൽ നോളജ്. ഇവന് പഠിത്തം വിട്ടിട്ട് ഒരു ഗെയിം ഇല്ല ഇതിൽ. വേറെ ഒരു ചിന്ത അവന് വരുന്നില്ല. അവൻ അലട്ടുന്നേ ഇല്ല. ഫുഡ് കാണും. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ദേവജിന്? ബിരിയാണി. ഓക്കെ. ചിക്കൻ ബിരിയാണി. ഓക്കെ. അപ്പൊ അടുത്ത ആൾക്ക് 2 ഗ്രൂപ്പുകളുള്ള 2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരെണ്ണം ക്ലാസ് 8A. ക്ലാസ് 8. നിങ്ങൾക്കില്ലേ ക്ലാസ് മാത്രമേ ഉള്ളൂ. ആണ്. വേറെ ഗ്രൂപ്പ്സിലൊന്നും ഇല്ല. അപ്പോൾ 2 റൗണ്ട് കഴിഞ്ഞു. നമ്മൾ ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ 3ാമത്തെ റൗണ്ടിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്, വിച്ച് ഈസ് ദി സ്വിച്ചിങ് ഓവർ. സ്വിച്ചിങ് ഓവർ എന്ന റൗണ്ട് വളരെ സിമ്പിളാണ്. വേറൊന്നുമില്ല. 5 ചോദ്യം ഉണ്ടാവും. ഞാൻ ആദ്യം ചോദിക്കുക വൈറ്റ് ടീമിൻ്റെ അടുത്തായിരിക്കും. നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് കുറച്ച് ഈ പറഞ്ഞ മാതിരി ഓ ടീമിന് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. ഓക്കെ. നിങ്ങളടുത്ത് ചോദിക്കാൻ പോകുന്നത് ഈ പുതിയ തലമുറയിലെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്കറിയോ? നിങ്ങളുടെ മക്കളിലൂടെയോ മരുമക്കളിലൂടെയോ കൊച്ചുമക്കളിലൂടെയൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ വെറുതെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കാൻ പോകുന്ന വൈറ്റ് ടീമിൻ്റെ അടുത്ത് റെഡിയാണോ? അപ്പോൾ ഒന്ന് കൈ കടിച്ച് റെഡി ആയിട്ട് നിന്നെ. ഓക്കെ, അടിപൊളി. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇത്രയാണ്. വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്? ഫ്രാൻസിന്റെ തലസ്ഥാന നഗരം ഏതാണ്? പാരീസ്. ശരി. പാരീസിനെ പറ്റി വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണ്. അടിപൊളി. കണ്ടോ, GK ഒന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മിടുക്ക് കണ്ടോ. ഓക്കെ. പിന്നെ 2ാമത്തെ ചോദ്യത്തിലേക്ക് അപ്പോൾ കടക്കട്ടെ. റെഡി? ഓക്കെ അല്ലേ ഞങ്ങള്? ഓക്കെ. A person having which blood group is called a universal donor? ഏത് രക്തഗ്രൂപ്പുള്ള വ്യക്തിയാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് നമ്മൾ വിളിക്കുന്നത്? യൂണിവേഴ്സൽ ഡോണർ. O പോസിറ്റീവ് ആണോ ചേച്ചി? അതെ 100% because I am an O positive. You are an O positive and I am a blood donor. You are a blood donor. കറക്റ്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന O പോസിറ്റീവ്. ശരി ഉത്തരം.
ഇതെല്ലാം ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്, കാരണം കുഞ്ഞുങ്ങൾ ഭയങ്കര പഠിപ്പിസ്റ്റുകളൊക്കെ ആയതുകൊണ്ട് അവർക്കിത് വളരെ സിമ്പിളായിട്ട് അവരിങ്ങനെ ഇത് ചെയ്ത് കളയാണ്. അതുകൊണ്ട് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല, കാര്യമായിട്ട് തന്നെ ഞങ്ങൾ പിടിക്കാൻ പോവാണ്. നിങ്ങൾക്ക് അറിയില്ലാത്തൊരു മേഖലയിൽ ഞാൻ കൈവെക്കാൻ പോകുന്നു. റെഡി? ഓക്കെ. വിച്ച് മലയാളം ഫിലിം ഇസ് ഓഫൻ കോൾഡ് ദി ഫസ്റ്റ് ഫുൾ ലെങ്ത് ഇന്ത്യൻ മൂവി? ആദ്യത്തെ മുഴുനീള ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന മലയാള ചിത്രം ഏതാണ്? നിങ്ങൾക്കറിയാൻ പറ്റണമായിരിക്കുമല്ലോ. പറയല്ലേ. അയ്യോ, ദേ മൈക്കടുത്തൊക്കെ പറയാൻ പോകുന്നത്. ആദ്യത്തെ മുഴുനീള ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന മലയാള ചിത്രം. ഞാൻ പറഞ്ഞില്ലേ, അതിൽ കുഞ്ഞുങ്ങൾ പെട്ടു. ബാക്കിയൊക്കെ ഇവർക്ക് അറിയാൻ പറ്റി. ചെമ്മീൻ എന്നുള്ള ഉത്തരം തെറ്റാണ്. എന്ത് തോന്നുന്നു? റോങ് ആണ്. അതെ. ശരി ഉത്തരം അറിയോ? ഒന്ന് നോക്കിയേ. വിഗതകുമാരനാണ് കറക്റ്റ് ആൻസർ. അപ്പം 4ാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു. ഹൗ മെനി ഹാർട്ട്സ് ഡസ് ആൻ ഓക്ടോപസ് ഹാവ്? നീരാളിക്ക് എത്ര ഹൃദയങ്ങളുണ്ട്? നീരാളിക്കാണേ. കൈയൊക്കെ കാണിക്കുന്നുണ്ട് 2 പേരും കൂടി. 3. എങ്ങനെ അറിയാം? 3 ആണോ 4 ആണോ എന്താണ്? എങ്ങനെ 3 എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിച്ചു? എവിടെയോ പഠിച്ച ഓർമ്മ. എവിടെയോ പഠിച്ച ഓർമ്മ. ഒക്ടോപസിന് ഇഷ്ടമാണോ? അത്ര ഇഷ്ടമല്ല. എന്താണ് നിനക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം എന്താണ്? 8 കൈകാല്. നല്ലതല്ലേ, കൂടുന്തോറും എളുപ്പമായില്ലേ കാര്യങ്ങൾ? പക്ഷെ ഇല്ല, കൊള്ളത്തില്ല. ഏറ്റവും എനിക്ക് തോന്നുന്നു ആ ഒരു വിഭാഗത്തിലെ മീനുകളിൽ ഏറ്റവും ഇഷ്ടം ഏതാ മോന്? ദേവജിന് ഷാർക്ക്, വെയിൽ. ഷാർക്കും വെയിലും ഒക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. 10,000 പല്ലും, അത് കുഴപ്പമില്ല. അത് ദേ ആർ ഗുഡ്. ഓക്കെ. അപ്പോൾ എന്തായാലും 3 എന്ന് അവർ നൽകിയിരിക്കുന്ന ഉത്തരം ശരിയാണ്. ഹാപ്പി ആയിട്ടുണ്ട്. ഇനി ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ. റെഡി? ഓക്കെ. ഹൂ റോട്ട് ദ പോയം വീണപ്പൂവ്? വീണപ്പൂവ് എഴുതിയത് ആരാണ്? കുമാരനാശാൻ. കുമാരനാശാൻ. ശരി ഉത്തരം. നമ്മുടെ ചോദ്യങ്ങളിൽ എനിക്ക് തോന്നുന്നു എത്ര ചോദ്യം നിങ്ങൾ തെറ്റുത്തരം ഏതാ പറഞ്ഞേ? 1 മാത്രം പോയിട്ടുണ്ട്. ബാക്കി 8 പോയിന്റ് ഇവർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അടിപൊളി. എല്ലാം അറിയാം. ഇനിയിപ്പോൾ വരാൻ പോവാണ് ഞങ്ങളുടെ ടീമിൻ്റെ അടുത്ത്. ഓക്കെ, റെഡി? അപ്പോൾ ചോദ്യം കേൾക്കാനായിട്ട് റെഡിയാണ്. ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. വിച്ച് ക്യാരക്ടർ ഹാസ് എ ലൈറ്റ്നിങ് ബോൾട്ട് സ്കാർ ഓൺ ഹിസ് ഫോർഹെഡ് ആൻഡ് ഇസ് പോപ്പുലർ ഇൻ ബുക്സ് ആൻഡ് മൂവീസ്? ശ്രദ്ധിച്ച് കേൾക്കണം. ഏത് ജനപ്രിയ കഥാപാത്രത്തിനാണ് നെറ്റിയിൽ മിന്നലിൻ്റെ ആകൃതിയിലുള്ള പാടുള്ളതും ബുക്കിലും ഫിലിമിലൂടെ പ്രശസ്തമായതും? നെറ്റിയിൽ മിന്നലടിച്ചതിൻ്റെ ഒരു പാടുണ്ട്. മിന്നൽ മുരളി എന്ന് പറയരുത് കേട്ടോ, പ്ലീസ്. ചേച്ചി അങ്ങനെ ഒരു ലുക്കിൽ എന്നെ നോക്കുന്നുണ്ട്. മിന്നൽ മുരളി അല്ല, മിന്നലടിച്ച പാടുണ്ട്. ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് ക്യാരക്ടറാണ്. ഭയങ്കര ഹിറ്റ് ക്യാരക്ടറാണ്. സൂപ്പർമാൻ്റെ നെഞ്ചത്താ പക്ഷേ പാടുള്ളത്. ഇങ്ങനെ നെറ്റിയിലല്ല. ഒരു ഗസ്സും കൂടെ ഞാൻ കൊടുക്കുന്ന അവസരം. കാരണം കുഞ്ഞുങ്ങളുടെ ഫേവറേറ്റ് ആണ്. 7ഓളം സീരീസ് ആയിട്ടും പാർട്സ് ആയിട്ട് ഈ സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹാരി പോട്ടർ. ശരി ഉത്തരം. ഹാരി പോട്ടറിന്റെ നെറ്റിയിലാണ് ആ പാടുള്ളത്. ഓക്കെ. ഇനി അടുത്ത 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് സബ്സ്ക്രൈബ്ഡ് യൂട്യൂബ് ചാനൽ ഇൻ ഇന്ത്യ ആസ് ഓഫ് 2024? 2024ലെയാണ് 2024 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനൽ ഏതാണ്? ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ്. ഈ ചാനൽ ഒരുപാട് പാട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പാട്ടും സിനിമയൊക്കെ ഉണ്ട്. സി മ്യൂസിക്. തെറ്റുത്തരം. നിങ്ങൾക്കറിയോ ഏതാണ്? ടി സീരീസ്. കറക്റ്റ് ആൻസർ. ഇനി ഇത് ചേച്ചിക്ക് പറയാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ. ഹൂ സിങ്സ് ദ ഫേമസ് സോങ് ബീറ്റ് ഇറ്റ്? ബീറ്റ് ഇറ്റ് എന്ന ഗാനം പാടിയത് ആരാണ്? ആരോ തോന്നാ തല്ലുകൊള്ളും കേട്ടോ ആൾക്കാരിത്. നിങ്ങൾക്കറിയാം പാട്ട് പാടാൻ അറിയാം? ബീറ്റ് ഇറ്റ് എന്ന വേൾഡ് ഫേമസ്, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മ്യൂസിക് ആൽബം ഒക്കെ ആയിട്ട് വിറ്റഴിക്കപ്പെട്ട ഒന്നാണ് ബീറ്റ് ഇറ്റ്. ഭയങ്കര ഒരു ഫേമസ് ആളിൻ്റെ അടി ഇത്. ഈ പുള്ളിനെ അറിയാത്ത ലോകത്തിൽ എനിക്കൊന്നും ആരും കാണത്തില്ല. പുള്ളി ഭയങ്കര ഒരു ഡാൻസർ കം പെർഫോം. മൈക്കിൾ ജാക്സൺ. ശരി ഉത്തരം. മൈക്കിൾ ജാക്സന്റെ ബീറ്റ് ഇറ്റ്. ഇനി അടുത്ത 4ാമത്തെ ചോദ്യമാണ്. ഇത് പിടിച്ചിരിക്കണം നമ്മൾ. ഓക്കെ. വാട്ട്സ് ദ നെയിം ഓഫ് ദി ഇന്ത്യാസ് ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ് ദാറ്റ് ബിക്കെയിം വെരി പോപ്പുലർ ആഫ്റ്റർ 2016? കേക്ക്. 2016 ശേഷം ഇന്ത്യയിൽ പ്രശസ്തമായ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ് ഏതാണ്?
Paytm right answer. Paytm ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? Paytm, GPay, മണി ഓർഡർ ആണോ നല്ലത്, Paytm ആണോ നല്ലത്? ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്. Digital transactions. സേഫ് ആണ് ട്രാവൽ സമയത്തൊക്കെ. ഇനി അഞ്ചാമത്തെ ചോദ്യം മാത്രമേ ഉള്ളൂ. Which popular video game involves players dancing and using emotes? കളിക്കാർ നൃത്തം ചെയ്യുകയും ഇമോട്ടുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ജനപ്രിയ വീഡിയോ ഗെയിം ഏതാണ്? Smule? അല്ല, that is for small. Smule That's for അല്ല. songs. It's an app. വീഡിയോ ഗെയിമാണ്. വല്ല ഐഡിയ ഉണ്ടോ? ഒരു വീഡിയോ ഗെയിമിന്റെ TikTok. ടിക്ടോക്ക് തെറ്റുത്തരം. അതൊരു ആപ്പാണ്. സ്മ്യൂൾ, ടിക്ടോക്ക് ഇസ് ഓൾസോ ആൻ ആപ്പ്. പക്ഷേ എൻ്റെ ആൻസർ ഞാൻ തന്നെ പറയണം. ആൻഡ് ദ ആൻസർ ഇസ് ഫോർട്ട്നൈറ്റ്. അപ്പോൾ ഞങ്ങളുടെ 3 റൗണ്ട്സ് അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ O ടീം സ്വന്തമാക്കിയിരിക്കുന്നു 12 പോയിന്റ്സ്. ആൻഡ് ദ വൈറ്റ് ടീം കരസ്ഥമാക്കുന്നു 27 പോയിന്റ്സ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നു ടീം വൈ. അപ്പോൾ ഇവർക്ക് 3 പേർക്കുള്ള ഞങ്ങളുടെ റണ്ണേഴ്സപ്പിൻ്റെ കുറച്ച് ഗിഫ്റ്റ്സുകൾ ഞങ്ങൾ കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ ഇവർക്ക് നൽകുന്നത് ഞങ്ങളുടെ സജനാസ് ഫുഡ്സ് ആൻഡ് നട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. നമ്മൾ ഇനി ഗിഫ്റ്റ്സുകൾ നൽകാൻ പോകുന്നത് ടീം വൈ. അപ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് ആദ്യം തന്നെ സജ്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സും ദ ഗോർമേ ഹൗസിന്റെ ഗിഫ്റ്റ് വൗച്ചേഴ്സുമാണ്. ഗോർമേ ഹൗസിന്റെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഫോർ ദേവാജ്. അതെ, സമ്മാനം കിട്ടുമെങ്കിലും ചിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിരിച്ചിട്ടില്ല. ഇനി ഇവർക്ക് ക്യാഷ് പ്രൈസ് കൂടി ഉണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല മിടുക്കരായിട്ടുള്ള 3 പയ്യന്മാരായിരുന്നു എനിക്ക് ഇന്ന് കിട്ടിയത്. ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇന്നത്തെ തലമുറയാണെന്നൊക്കെ പറഞ്ഞാലും കൃത്യമായിട്ട് തന്നെ എന്താ പറയുക, എല്ലാത്തിനെയും പറ്റി നോളജബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി അറിയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മിടുക്കരായിട്ടുള്ള 3 പേരെ കിട്ടിയതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി 3 ചേച്ചിമാരെ എനിക്കിന്ന് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല മികച്ച കണ്ടസ്റ്റൻറ്റുകളുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് RG Media 360 presenting YXO Kerala winding up. Gift sponsored by Chichi